പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ചില നിൽക്കുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ എങ്ങനെ മുൻപോട്ട് പോകണം, എങ്ങനെ ജീവിതം തുടരും എന്ന് ആലോചിച്ച് വല്ലാതെ സംഘർഷാവസ്ഥയിൽ നിൽക്കുമ്പോൾ ചില ദൈവപ്രവർത്തികൾ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുവാനിടയായിത്തീരും. 1 ശമൂവേലിൻ്റെ പുസ്തകം 22-ാം അധ്യായം 6-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. ദാവീദിനെയും കൂടെയുള്ളവരെയും കണ്ടിരിക്കുന്നു എന്ന് ശൗൽ കേട്ടു. അന്ന് ശൗൽ കയ്യിൽ കുന്തവുമായി ഗിബയായിലെ കുന്നിന്മേലുള്ള പിജുലവൃക്ഷത്തിൻ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദാവീദ് ഏറിയ നാൾ ശൗലിനെ പേടിച്ച് മരുഭൂമികൾ, ഗുഹകൾ എന്നിങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ അഭയം പ്രാപിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യം കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എങ്ങും ഒരു നിലനിൽപ്പില്ലാതെ, എങ്ങും നിൽക്കുവാൻ കഴിയാതെ ഒന്നു മാറി പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അടിക്കടി ഉയർന്നു വരുന്ന വല്ലാത്തൊരു സാഹചര്യം. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യജീവിതത്തിന് സഹിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമായുള്ളൊരു പ്രതിസന്ധി ആ മനുഷ്യനു നേരെ ആഞ്ഞടിക്കുമ്പോൾ അവൻ ദൈവത്തിൽ നിന്നുള്ള കൃപ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ആശ്രയം വിട്ടുമാറാതെ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുന്നത് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ അതുല്ലാം ഗുഹയിലേക്ക് ദാവീദ് ഓടിപ്പോവുകയാണ്. അവൻ്റെ കൂട്ടത്തിൽ സഹോദരന്മാരും പിതൃഭവനും എല്ലാം ചെന്ന് ചേർന്നു. അവൻ്റെ കൂട്ടത്തിലുള്ളവർ കടമുള്ളവരും ഭാരമുള്ളവരും സന്തുഷ്ടിയില്ലാത്തവരും ഞെരുക്കമുള്ളവരും ഒത്തിരി പേര് അങ്ങനെ കൂടി എന്ന് പറഞ്ഞാൽ ഒരു ബലഹീനതയുള്ള വലിയൊരു ഗ്രൂപ്പ്. ദൈവത്തിന് സ്തോത്രം. ദാവീദിൻ്റെ കൂട്ടത്തിൽ കൂടിയപ്പോൾ ആ അതുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി അവിടെയും ഒരു ആശ്രയമുണ്ടാകും, അവിടെ ഒരു നിലനിൽപ്പുണ്ടാകും. കുറച്ചിവിടെ വിശ്രമിക്കാമെന്ന് കരുതുമ്പോൾ 6-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. ശൗല് ദാവീദിനെയും കൂടെയുള്ളവരെയും കണ്ടിരിക്കുന്നു എന്ന് ശൗൽ കേട്ടു. ദൈവത്തിന് സ്തോത്രം. അവൻ അതുല്ലാം ഗുഹയിലുണ്ട് എന്നുള്ള ഒരു കേൾവി ശൗലിന് കിട്ടുകയാണ്. അവിടെ ചെന്ന് അവനെ വകവരുത്താം, അവിടെ ഇല്ലായ്മ ചെയ്യാമെന്ന് ശൗൽ പദ്ധതി കൂട്ടുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അവിടെ തൊട്ടു താഴത്തെ വേദഭാഗത്തിൽ നാം കാണാൻ കഴിയുന്നത്, അന്ന് ദാവീദ് പിജുലവൃക്ഷത്തിൻ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. ഈ പിജുലവൃക്ഷത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ പിജുലവൃക്ഷം ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 33-ാമത്തെ വേദഭാഗത്തിലാണ്. അബ്രഹാം ബെർശേബയിൽ ഒരു പിജുലവൃക്ഷം നട്ടു, നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു. കർത്താവിന് സ്തോത്രം. ഈ വൃക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ കുറ്റിച്ചെടിയാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ജീവിക്കുവാൻ പ്രത്യേക കഴിവുള്ളതാണ്. ഇത് മരുഭൂമിയിൽ ധാരാളമായി കാണുന്ന ഒരു ചെടിയാണ് പിജുലവൃക്ഷം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയുടെ അവസ്ഥ നമുക്കറിയാം. വറ്റി വരേണ്ട അവസ്ഥ, വെള്ളമില്ലാത്ത അവസ്ഥ, ദൈവത്തിന് സ്തോത്രം, തണലില്ലാത്ത അവസ്ഥ. അവിടെയും എത്ര പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിലും വളരുവാൻ സ്തോത്രം കഴിവുള്ള ഒരു വൃക്ഷമാണ് പിജുലവൃക്ഷം. ഇവിടെ ആ വാക്യത്തിൽ കാണാൻ കഴിയുന്നത് കുന്നിന്മേലുള്ള പിജുലവൃക്ഷത്തിൻ കീഴിൽ ആയിരുന്നു ദാവീദ് ഇരുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഏതു പ്രതികൂല സാഹചര്യത്തിലും വളരുവാൻ തനതായ കഴിവുള്ള പിജുലവൃക്ഷത്തിൻ കീഴിൽ ഇരിക്കുന്ന ദാവീദിനെ സ്തോത്രം ശൗലിനെ കൊണ്ട് തൊടുവാൻ അനുവദിക്കാത്തൊരു ദൈവിക സഹായം, ദൈവിക കരുതൽ അവിടെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ബത്ശേബ മരുഭൂമിയിൽ ഹാഗർ കുട്ടിയുടെ മരണം കാണുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ഒരു അമ്പിമ്പാട് ദൂരെ കുറ്റിക്കാട്ടിൽ കൊണ്ട് കുഞ്ഞിനെ ഉപേക്ഷിച്ച് മാറിയിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം പഠിപ്പിക്കുന്നു. കർത്താവിന് സ്തോത്രം. അവിടെയും ചരിത്രം പറയുന്നു, അവിടെ ആ കുഞ്ഞിനെ കിടത്തിയത് പിജുലവൃക്ഷത്തിൻ്റെ കീഴിലായിരുന്നു. എന്ന് പറഞ്ഞാൽ അബ്രഹാമിനോട് പറഞ്ഞൊരു വാഗ്ദത്തം, അബ്രഹാമേ, നിന്റെ മകനായ ഇസഹാക്കിനെ മാത്രമല്ല ഇഷ്മായേലിനെയും ഞാൻ അനുഗ്രഹിക്കും, അവനെ വർദ്ധിപ്പിക്കും, അവൻ്റെ പേർ വർദ്ധിപ്പിക്കും, അവൻ
ഭൂമിയിലെല്ലായിടവും വർദ്ധിക്കുവാനിടയായിത്തീരും എന്ന് പറഞ്ഞ വാക്തത്വം ബത്ശേബ മരുഭൂമി കൊണ്ട് അവസാനിക്കാതെ അതേ പിജുലവൃക്ഷത്തിൻ്റെ കീഴിലിരിക്കുന്ന ആ കുഞ്ഞിനെ ഇഷ്മായേലിനെ അവിടെ ഒരു നീരുറവ തുറന്നു കൊടുത്തും ദൈവത്തിൻ്റെ കരുതൽ ഏർപ്പെടുത്തുന്നത് കാണാൻ കഴിയും. എന്നാൽ ഇവിടെയും സ്തോത്രം സന്തുഷ്ടിയില്ലാത്തവർ, കടമുള്ളവർ, വല്ലാതെ ഞെരുങ്ങിയിരിക്കുന്നവർ, അങ്ങനെയുള്ള ഒരു വലിയ ഗ്രൂപ്പ് ദാവീദിൻ്റെ കൂട്ടത്തിൽ കൂടിയപ്പോൾ സ്തോത്രം ദാവീദ് ഇവിടെയും ഒരു പിജുലവൃക്ഷത്തിൻ്റെ കീഴിലായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ വല്ലാതൊരു സംഘർഷാവസ്ഥയിലൂടെ ജീവിതം മുൻപോട്ട് പോകുന്നു. ഇത് എവിടെ വരെ പോകും, ഇത് എങ്ങനെ അവസാനിക്കുമെന്ന് ഒരു വലിയ ചിന്തയിലും ഭാരത്തിലുമായിരിക്കാം ഒരു പക്ഷെങ്കിൽ ഈ സന്ദേശം പറയുമ്പോൾ താങ്കളുടെ അവസ്ഥ. എന്നാൽ സ്തോത്രം ഞാൻ എൻ്റെ ചിന്തയിൽ ഞാൻ ആ പിജുലവൃക്ഷത്തിന് ഇങ്ങനെ ഒരു ആശയം കൊടുക്കുന്നു. ദൈവിക സഹായത്തിൻ്റെ, ദൈവിക കരുതലിൻ്റെ, എത്ര വലിയ പ്രതികൂലത്തിൻ്റെ നടുവിലും വളർത്തിയെടുക്കുവാൻ, കരുതലേകുവാൻ, സഹായമരുളുവാൻ, തന്നതായ കഴിവിൽ വളരുവാൻ പിജുലവൃക്ഷത്തിന് ദൈവം ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവം അങ്ങനെയാണ് അതിനെയും സൃഷ്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ കീഴിലിരിക്കുന്ന ദാവീദേ, അങ്ങേ ഒരിക്കലും രാജ്യം ഭരിക്കുന്നതാ ശൗലിന് താങ്കളെ തൊടാൻ കഴിയത്തില്ല. എത്ര വലിയ പ്രതികൂലമാണ് ഇവിടെ. നമുക്കറിയാം, മരുഭൂമി വറ്റി വരേണ്ട അവസ്ഥ, വെള്ളത്തിൻ്റെ ഗന്ധമില്ലാത്ത സ്ഥലം, അവിടെയാണ് തനതായ വളരുവാനുള്ള കഴിവ് പിജുലവൃക്ഷത്തിനുള്ളത്. ആയതുപോലെ തന്നെ ദാവീദിൻ്റെ ജീവിതത്തിനു നേരെ ഒരു രാജ്യം ഭരിക്കുന്ന രാജാവ്, ഞാൻ അവനെ കൊല്ലുമെന്ന് കുന്തമൂരി വാളൂരി അവൻ്റെ പുറകെ നടക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ നിയോഗമുള്ള, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നടക്കുന്ന, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദിനെ സ്തോത്രം സഹായിക്കുവാൻ, സംരക്ഷിക്കുവാൻ കരുത്തുള്ളൊരു ദൈവത്തിൻ്റെ കരം അവിടെ ചലിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സന്ദേശം പറയുമ്പോഴും പ്രിയമുള്ളവരെ, താങ്കളുടെ ലൈഫിൽ ഒട്ടുമിക്ക സമയങ്ങളിലും പ്രതികൂലങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. വലിയ പ്രതിസന്ധികളായിരിക്കാം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ എനിക്ക് കഴിയത്തില്ലെന്നുള്ളതായിരിക്കാം ചിന്തകൾ. എന്നാൽ പരിശുദ്ധാത്മാ പറയുന്നു, അതിൻ്റെ നടുവിലും തന്നെ വളർത്തിയെടുക്കാൻ, തന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്ലാനുണ്ട്. ആയതുകൊണ്ട് തളർന്നു പോകാതെ സ്തോത്രം നമ്മുടെ ഓട്ടത്തിനൊരു സ്റ്റോപ്പ് വരുത്തി, ഓട്ടത്തിന് സ്തോത്രം ഒരു സ്റ്റോപ്പ് വരുത്തി ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന സമയങ്ങൾ വിദൂരമല്ല എന്ന് ദൈവവചനത്തിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് ദൈവശക്തിയിൽ മുൻപോട്ട് പോകുവാൻ വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയബോധ്യത്തോടും നമുക്ക് മുൻപോട്ട് പോകാം. വലിയ ദൈവപ്രവർത്തികൾ നമുക്ക് വേണ്ടി കർത്താവ് വെളിപ്പെടുത്തും. വളരെ പ്രാർത്ഥനയോടായിരിക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.